അപ്പോൾ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും ക്രിസ്മസ് എക്സാം ഓരോന്നോരോന്നൊക്കെ ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വൃത്തിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇതേപോലെ പഠിച്ചു പോയി കഴിഞ്ഞാൽ പബ്ലിക് എക്സാം എവിടെ എത്തൂല അല്ലേ? കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളിലപ്പോൾ നിങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപോലെ അല്ലെ ചെറിയ മാറ്റത്തിലൂടെയായിരുന്നു നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ച അതേ ക്വസ്റ്റ്യൻ നമ്മൾ എക്സാം ഹാളിൽ കാണുന്നു അല്ലേ? പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ എക്സാം നോക്കി കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? സെയിം അതേപോലത്തെ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ബയോളജിയുടെ കാര്യം കണ്ടതുകൊണ്ടുകൂടിയാണ് മിസ് പറയണത് അതേപോലത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയതുകൊണ്ട്. അപ്പം ഇപ്പോൾ ഇന്ന് നിങ്ങളിൽ നിന്ന് നമ്മുടെ ഗവൺമെൻറ് ആയിക്കോട്ടെ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ മാറുന്നതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അത് നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചിന്തിച്ചെഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അങ്ങനെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് നിങ്ങളുടെ എക്സാം എഴുതാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും മിസ് ഇതുവരെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി അല്ലെ, ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് മക്കളെ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ SSLC ക്രാഷ് കോഴ്സ് ഡിസംബർ 26. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് കിളിപോയി ഇരിക്കുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മുതൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അടിപൊളി ചാൻസ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവ് ക്ലാസ് ഉണ്ടാവും, വർക്ക്ഷീറ്റ് ഉണ്ടാവും, മോഡൽ എക്സാം ഉണ്ടാകും. ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 ബുക്സാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഒന്ന് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ലേണർ നമ്മൾ ഈ വർഷം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക്. ഈ 2 ബുക്സും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാകും, കിട്ടുന്നുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അതുമാത്രമല്ല ഇനിയിപ്പം ഇതിനേക്കാൾ കുറച്ചൊരു പടി മുകളിലായിരിക്കും നമ്മളുടെ +1. നിങ്ങൾ +1 പഠിക്കാതെ 10ാം ക്ലാസ്സോടുകൂടി പഠിപ്പ് നിർത്തുന്ന ആൾക്കാരല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. നമ്മുടെ അഗ്നി ബാച്ചിലാണെങ്കിൽ നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സും ലൈവ് ക്ലാസ്സിലൂടെ ആയിരിക്കും എടുക്കുന്നത്. അത് മാത്രമല്ല റെക്കോർഡ് ക്ലാസ് വേണ്ടവർക്ക് അതും ഉണ്ടാവും, വർക്ക്ഷീറ്റ് ഉണ്ടാവും, എക്സാംസ് ഉണ്ടാകും. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ +1ഉം SSLCയും സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഇനി ഓൾറെഡി SSLC ലക്ഷ്യ ബാച്ചിലുള്ള മക്കൾക്ക് ക്രാഷ് കോഴ്സ് കൂടി വേണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 50% ഓഫ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ മക്കളെ ലേറ്റ് ആക്കാതിരിക്കുക. ഡിസംബർ 26 നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അടിപൊളിയായിട്ട് SSLC ഫസ്റ്റ് മുതൽ ഒന്നുകൂടെ പഠിക്കാനുള്ള ഒരു ചാൻസാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക.